നമസ്തേ. ഞാൻ ശ്രീരേഖ. രേഖാമണി ഹെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരുടെയും സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നല്ല റിസൾട്ട് തന്നെ വരും കേട്ടോ. 100% ഉറപ്പോടുകൂടി ചെയ്തോളൂ കേട്ടോ. അപ്പോൾ മഴക്കാലത്ത് ചെയ്യേണ്ടത് എല്ലാം ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലേ. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് എങ്ങനെയായിരിക്കും അതും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യണം കേട്ടോ. ചില സമയങ്ങളിൽ വീഡിയോ ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ ആ സമയത്തും നിങ്ങൾ വീഡിയോ കണ്ടില്ലെങ്കിലും നിങ്ങൾ ഇതൊന്നും ചെയ്യാതിരിക്കരുത് കേട്ടോ. ചെയ്തോളണം. 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് അതുപോലെ ഈ ഫ്ലാക്സ് കണ്ടോ, ഇതാണ് ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് എടുത്തതിൻ്റെ ഞാൻ വീഡിയോ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ജെല്ലാണ് കണ്ടോ. കുറച്ച് ലൈറ്റായിട്ടാണ് ജെല്ലെടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് കട്ടിയിൽ വേണമെങ്കിൽ കട്ടിയിലെടുക്കാം. ഇതാകുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. എല്ലായിടവും ചെന്നോളൂ. സ്കാൽപ്പിലൊക്കെ ശരിക്കും പറ്റും. നമുക്ക് കട്ടിയിൽ വേണമെങ്കിൽ കട്ടിയിലും എടുക്കാം കേട്ടോ. അല്ലാതെ കുറച്ച് വെള്ളം കൂട്ടി ഈ രീതിയിൽ എടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെയും എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഫ്ലാക്സീഡ് മാത്രമുള്ള ജെല്ലാണ് കേട്ടോ. ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ഫ്ലാക്സീഡും അതുപോലെ ഹൈബിസ്കസും ചേർത്തിട്ടുള്ള ജെല്ല് അത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് കാണിച്ചു തന്നിട്ടുണ്ട് വീഡിയോ. അപ്പോൾ അത് കാണാത്തവർ കണ്ടു നോക്കണം കേട്ടോ. ഗുഡ് റിസൾട്ടാണ് കേട്ടോ. ശരിക്കും ഇത് മുടി ധാരാളം വളരും കേട്ടോ. മുടി വളരാനും അതുപോലെ തന്നെ നല്ല സിൽക്കി ആയിട്ടിരിക്കും മുടിയൊക്കെ. ബാക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട്, ഷോർട്ടൊക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ നല്ലോണം മുടിയും വളരും, അതുപോലെ തന്നെ നല്ല സിൽക്കി ആയിട്ടിരിക്കും കേട്ടോ. ഈ ഫ്ലാക്സീഡിൻ്റെ ഗുണം അതാണ്. ഫ്ലാക്സീഡിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പിന്നെ അതിലടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ നമുക്കിത് കുളി കഴിഞ്ഞിട്ടും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ കുളിക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. ഈ നീർപ്പെടുത്തുള്ളവർ ഇത് കുളിക്കുന്നതിന് മുമ്പ് അല്പസമയം ഇത് അപ്ലൈ ചെയ്തിട്ട് വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞോളൂ കേട്ടോ. കാരണം അല്ലാത്തവർക്ക് ഇതിപ്പോൾ നമ്മൾ ജെല്ല് ഇടയ്ക്ക് പറ്റുന്ന പോലെ നമ്മൾ മുടി വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് മുടി ഉണങ്ങിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ട് ഇത് ജെല്ലൊക്കെ ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് മുടി കെട്ടി വയ്ക്കാം കേട്ടോ. അപ്പോൾ അത് നീർപ്പിടുത്തമില്ലാത്തവർക്കാണ് കേട്ടോ. കുറച്ച് തണുപ്പ് തലക്കേറ്റ് കഴിഞ്ഞാൽ ചിലവർക്ക് ഇതുപോലെ നീരിറക്കം ഇങ്ങനെ വന്ന് തലവേദന ഉണ്ടാവും, പനി ഉണ്ടാവും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. തണുപ്പ് അധികം തലയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട് അല്ലേ. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. മുടിക്ക് നമ്മൾ ഇതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് നല്ല തണുപ്പാണ് കേട്ടോ. നമുക്ക് തലയിൽ ഇങ്ങനെ മുടിയിലൊക്കെ ഇങ്ങനെ സ്കാൽപ്പിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല തണുപ്പ് അനുഭവപ്പെടും കേട്ടോ. അപ്പോൾ ചിലവർക്ക് ഒരു തരി തണുപ്പ് പറ്റില്ല. അത് കാരണം നീർപ്പിടുത്തം വരും. അങ്ങനെ പലരും പറയുന്നുണ്ട്. ചിലപ്പോൾ ഈ നമ്മുടെ പാക്ക് തേക്കുമ്പോൾ തന്നെ അങ്ങനെയുണ്ട്. മുടി കറുപ്പിക്കണമെന്നുണ്ട്, പക്ഷെ തേക്കുമ്പോൾ അത്രയും നേരമൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല, നീരിറക്കമൊക്കെ വരുന്നുണ്ട്, അങ്ങനെ പലരും പറയുന്നത് കേൾക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ശ്രദ്ധിക്കുക. രാസ്നാദിപ്പൊടി നെറുകയിൽ തിരുമ്മിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതുപോലെ ചിലർക്ക് ശ്വാസം മുട്ടലുണ്ടാവും, ഈ തണുപ്പ് ഏൽക്കുമ്പോൾ അലർജി ഉണ്ടാവും, അലർജി മൂലം തലവേദന അതുപോലെ ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഫ്ലാക്സീഡ് എന്ന് പറയുന്നത് ചണവിത്താണ് കേട്ടോ. അപ്പോൾ അത് കാണിച്ചിട്ടുണ്ട് ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ആ ജെല്ല് കേട്ടോ. ജെല്ല് എടുക്കുന്ന വിധം ഞാൻ ഇട്ടിട്ടുണ്ട്, ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടു നോക്കൂ കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? മഴയൊക്കെയാണ്. മഴ ഒന്ന് മാറി നിൽക്കുന്ന പോലെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യും അല്ലേ. കാസർഗോഡ് അവിടെയൊക്കെ നല്ല, മലപ്പുറം ഭാഗത്തൊക്കെ വടക്ക് നല്ലോണം മഴ പെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു എല്ലാവരും. ഇവിടെയും മോശമില്ല. ഇവിടെയും ഇതുപോലെ ഇപ്പോൾ 2 ദിവസമായിട്ട് കുറച്ച് വെയിലും ഇതൊക്കെ ആയിട്ടാണ് വന്നത്. ഫ്ലാക്സീഡ് ജെല്ല് നമ്മൾ അധികം ജെല്ല് എടുക്കുമ്പോൾ ചിലർക്ക് സംശയമുണ്ട്, വെള്ളത്തിൽ കുതിർത്തി വെക്കണം. വെള്ളത്തിൽ കുതിർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടി വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുതിർത്താൻ വിട്ട് പോയാലും കുറച്ച് ടൈം എടുക്കും. ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ജെല്ല് പൊട്ടി പുറത്തേക്ക് വരാൻ കുറച്ച്
ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് എല്ലാവരും കുതിർത്തിയിട്ട് ചെയ്യാൻ പറയുന്നത്. കുതിർത്തി കഴിയുമ്പോൾ അത് പെട്ടെന്ന് ജെല്ല് വരാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഈ ചൂടാക്കി കഴിയുമ്പോൾ. അപ്പോൾ നമ്മൾ ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും ഇതിൽ നിന്നുള്ള ജെല്ല് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പത പോലെ നമുക്ക് കാണാം അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് കംപ്ലീറ്റ് പദം നിറഞ്ഞിരിക്കും. പിന്നെ നമ്മളിങ്ങനെ കോരി എടുക്കുമ്പോൾ ജെല്ല് പരുവത്തിൽ ഇങ്ങനെ തൂങ്ങി വരും. അപ്പോൾ എല്ലാ ഫ്ലാക്സ് സീഡിൻ്റെ ഉള്ളിലുള്ള ജെല്ല് പുറത്തേക്ക് വരുമ്പോഴാണ് കൂടുതൽ പത വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം തന്നെ നമുക്കത് ഓഫ് ചെയ്ത് നമുക്കത് ഒന്നില്ലെങ്കിൽ അങ്ങനെ തന്നെ വയ്ക്കാം, അല്ലെങ്കിൽ അപ്പം തന്നെ നമുക്ക് അരിച്ച് മാറ്റാം കേട്ടോ. അരിച്ച് മാറ്റി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സീഡൊക്കെ മാറി നമുക്ക് കിട്ടും, പെട്ടെന്ന് കിട്ടും. അപ്പം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ മുടി വളരും കേട്ടോ, ഭയങ്കര അതിശയോക്തിയായിട്ട് നമുക്ക് മുടി വളരും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മുടി എങ്ങനെയാണ് ഓരോരുത്തർക്കും വളരണേ എന്നുള്ള. മുടി പോകുന്നത് എല്ലാവരും അറിയുന്നുണ്ട്, പക്ഷെ വളരുന്നത് ആരും അറിയുന്നില്ല. കാരണം അത് അറിയണമെങ്കിൽ കുറേ കഴിയണം. കുഞ്ഞു മുടി വരുമ്പോഴത്തേക്കും നമ്മളത് ലെങ്ത് ആയിട്ട് വരുമ്പോഴാണ് നമുക്കത് മുടി വളരുന്നുണ്ടെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ കുഞ്ഞു മുടി നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. സ്കാൽപ്പിലൊക്കെ ഇങ്ങനെ കുഞ്ഞു മുടി ഇങ്ങനെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ നമ്മൾ നോക്കൂ, പല മുടിയും പല സൈസായിരിക്കും അല്ലേ. അത് പോയി വന്ന മുടികളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ തന്നെ പറയുവാണെങ്കിൽ ഇതിന് ലെങ്ത് കുറവാണ് അല്ലേ, ഇത് പോയി വന്ന മുടിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാവരുടെയും മുടി പരീക്ഷിച്ച് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്നും സങ്കടപ്പെടണ്ട, മുടി പോണു അതുപോലെ മൊട്ടയാവണമെന്നൊന്നും വിഷമിക്കണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഈ പറയുന്ന കാര്യങ്ങളും ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ധാരാളം വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ ഫ്ലാക്സീഡ് ജെല്ലാണ് ഇത് കേട്ടോ. അപ്പോൾ ജെല്ല് അപ്ലൈ ചെയ്യുന്ന വിധം ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, അത് കാണാം കേട്ടോ. തലയോട്ടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കാം, അതുപോലെ നമുക്ക് മുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. പിന്നെ പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് മുടി ഉണങ്ങിയതിന് ശേഷം കെട്ടി വെക്കാൻ പാടുള്ളൂ കേട്ടോ. മുടിയിലൊക്കെ പരട്ടാം, തലയോട്ടിലും തലമുടിയിലൊക്കെ പരട്ടാം. തലമുടി താഴെ ഇട്ടിട്ട് തല കുനിച്ച് നിന്നിട്ട് നമുക്ക് ബാക്കിലും തലയോട്ടിലൊക്കെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യാം, എല്ലാവരും സന്തോഷമായിട്ടിരിക്കാം കേട്ടോ. പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കാം, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. മുടി വളരുന്നില്ല എന്നുള്ള സങ്കടവും വേണ്ട. മുടി വളരുന്നുണ്ട്, പക്ഷെ നമുക്കത് മുടി നീട്ടം വയ്ക്കുമ്പോഴായിരിക്കും അറിയാൻ പറ്റുന്നത് കേട്ടോ. അല്ലാതെ നമ്മൾ ഇങ്ങനെ പരീക്ഷിച്ച് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. നമ്മളുടെ കുഞ്ഞു മുടികളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് വന്ന മുടികളാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യവും ഭംഗിയായിട്ട് ചെയ്യുക. മഴക്കാലത്ത് ധാരാളം എണ്ണ ഇങ്ങനെ തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതുപോലെ മഴക്കാലത്ത് ഏതൊക്കെ തരത്തിലുള്ള ജെല്ല് തേക്കാം, ഏതൊക്കെ തരത്തിലുള്ള താളി തേക്കാം, അങ്ങനെ ഓരോന്നും പറഞ്ഞിട്ടുണ്ട് മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. അതുപോലെയൊക്കെ ചെയ്യുക, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ല വരട്ടെ. നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം.